പാടിത്തുടിച്ചതും ഓർമ്മയുണ്ടോ നിനക്കന്നത്തെ മിഥുനവും തുടിമുഴക്കും തുലാവർഷപ്പകർച്ചയും കൈയിലൊരു മിന്നലിടിവാളുമായലറി നീ കുരുതിക്കു മഞ്ഞളും നൂറും കലക്കി നീ തടവറ്റ വിടവങ്ങൾ കടപുഴകി വീഴവേ സംഹാരരുദ്രയായെങ്ങോ കുതിച്ചു നീ. രാമായണം വരാതിരിക്കില്ല നിൻ മകൻ രഘുരാമൻ, വരാതിരിക്കില്ല നിൻ മകൻ രഘുരാമൻ. 14 സംവത്സരം ചെന്ന വനവാസം കഴിയാ. ധ്രുവ, എന്തോ ഒരു സിനിമയിലെ കവിതകളാണെങ്കിലും ഒരു കവിത പാടാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായി? നല്ലതായിരുന്നു. പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എത്ര ദിവസം എടുത്തു? 2 ദിവസം 3 ദിവസം ഒക്കെ എടുത്തിട്ടുണ്ടാവും. 2-3 ദിവസം എടുത്തു. 2-3 ദിവസം എടുത്തു. ഓക്കെ. ശരത് സർ, മക്കളെ എന്തോ ഇതിന്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞ കേക്കട്ടെ. ഇത് മ്യൂസിക് ചെയ്തത് MG രാധാകൃഷ്ണൻ സാറാണ്, പാടിയത് യേശുദാസ് സാറ്, പിന്നെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഏതാ ഫിലിം? നരസിംഹം. ഇയർ 2000. എന്താണ്? 2000 ഇറങ്ങി. ഓ അയ്യോ, ഞാൻ പേടിച്ചു. 2000 രൂപ എന്ന് തമിഴ് ചോദിച്ച പോലെ ഇരുന്നു. മക്കളെ എല്ലാം നന്നായിരുന്നു. അപ്പൊ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞാല് ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു, ഇപ്പഴാ ഓർക്കുന്നു മോള് പാടിയത് കേട്ടോ. അതൊന്ന് പാടാമോ? ഓർക്കുന്നു ഞാൻ നിന്റെ നവയൗവനം പൂത്ത പാരിജാതം പോലെ ഋതുശോഭയാർന്നതും. ബ്രത്തെടുത്തില്ല മൊത്തത്തില് അല്ല, ബ്രത്തെടുത്തില്ല. മക്കളെ ബ്രത്തെടുത്തില്ലെങ്കിൽ ഭയങ്കര കേടാ ശരീരത്തിന്. ഓർക്കുന്നു ഞാൻ നിന്റെ നവയൗവനം പൂത്ത പാരിജാതം പോലെ ഋതുശോഭയാർന്നതും. താനിനേ തീനേ ഇല്ലടാ മോളെ, ആധാരം ഇല്ല. സരിമപദുള്ളൂ നീനേ. ആ മോള് ഇത് മുമ്പത്തെ ലൈൻ പാടിയപ്പോഴും ഗാന്ധാരം വെച്ചാ നീ പാടിയ കാര്യം. അതിന്റെ മുമ്പിൽ ഗാന്ധാരം ഉണ്ട്. അപ്പൊ അടുത്തത് പാടിയപ്പോ ആ ഗാന്ധാരം കൊണ്ട് അങ്ങ് നടക്കുമായിരുന്നു കുഞ്ഞു. അതവിടെ കളഞ്ഞേക്കണം. പിന്നെ അടുത്ത സ്വരത്തിൽ കയറി പിടിച്ചോണം. ഗാന്ധാരത്തിന് പകരം മധ്യമം തന്നില്ലേ ഞങ്ങള്. പോരെ മോക്ക്. അപ്പൊ അത് കൃത്യമാവണം മോളെ കേട്ടോ. അപ്പൊ കുഞ്ഞിന് മനസ്സിലായോ പറഞ്ഞത്? അവള് പറഞ്ഞല്ലോ, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. സത്യം മക്കളെ. അത് മതി. അത് വേണ്ട. അത് തന്നെ. കൊച്ച് മനസ്സിലായോ? പിന്നെ മക്കളിൽ നിന്ന് പാടുന്ന കാണാൻ നല്ല ചന്തമാടാ കേട്ടോ. ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല ഡ്രസ്സ്, നല്ലൊരു ചുങ്കിടി ചിക്കിടി പിക്കാനി ആയിട്ടാ നിന്ന് പാടിയത്. ചിക്കാപ്പൂ പിക്കാച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ.
മക്കളെ ഇവിടെ തല ഇവിടെ തിരിഞ്ഞതായോണ്ട് ഈ നമ്മുടെ ആങ്കർ അടുത്ത് നിന്ന് ചിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെടും. നീ ഒരു സംഹാര രുദ്ര താണ്ഡവമാടും, അതൊന്ന് പാടിക്കേ. ഓ ഈ ഡ്രസ്സിൽ ഞാൻ എങ്ങനെ താണ്ഡവം തടവറ്റ വിടവങ്ങൾ കടപുഴകി വീഴവേ സംഹാരരുദ്രയായി കുതിച്ചു നീ. വെരി ഗുഡ്, അടിപൊളി, അടിപൊളി, അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. അതിലെ വേനൽ കാറ്റ്, വേനൽ കാറ്റു പാടുന്ന പന്തം പോ മോളെ അല്ലേ? ഏത് രാഗം മോളെ അത്? ഏതാണ്? കറക്റ്റ്. ഏതാണ്? കൊച്ചനുജനോ? സിന്ധു ആ, സിന്ധു ഭൈരവി. അപ്പൊ അതിലുള്ള നോട്ടി വേണ്ട തുടങ്ങാൻ. ധാര എന്ന് പറഞ്ഞാൽ സിന്ധു ഭൈരവിലുണ്ടോ മോളെ അത്? പക്ഷേ പ്രയോഗിക്കാം. ആ രാഗത്തിന് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതറിയാമോ മോക്ക്? സിന്ധു ഭൈരവിക്ക് ഏത് നോട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്ട്രാ പാടാം, അതിൻ്റെ കളർ വിടാണ്ടിരുന്നാൽ മതി. അതെ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ നോട്ടിൽ നിന്നാണോ തുടക്കം? താനീ ആണോ? മാപ്പ ആണോ? താപാദാന്നല്ലേ? ദാരി ഏതാണെന്ന് കൃത്യമായിട്ട് പറ. വേനൽ അത് വലുതാ മാത, അത് വലിയ മധ്യമവും ചെറിയ ദൈവതുമാണ് മോളെ. അത് പദ വേനൽ ആണോ? വേനൽ ആണോ? വേനൽ ഇല്ല മോളെ, മാത. അത് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല മോളെ, ഒന്ന് നോക്കിയോളൂ കേട്ടോ. കാര്യം ഈ രാഗത്തിന് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് ഇത് അങ്ങനെ ആണോ എന്നുള്ള കാര്യം നമുക്ക് ഇങ്ങനെ മായെന്ന് തുടങ്ങും. നമ്മൾ പെട്ടെന്ന് അത് ശുഭമന്ദൊരാളിയാണോ മോള് പാടുന്നത് നമുക്കൊരു ഡൗട്ട് വരും. പിന്നെ നിഷാദമൊക്കെ കേട്ട് നമ്മൾ അവരുടെ ജോലിസൻ്റെ അടുത്തൊക്കെ ചോദിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ചോദിച്ചത്. വേനൽ മാത എന്ന് പറയുമ്പോൾ അത് അങ്ങോട്ട് കയറിപ്പോടാ. വേനൽ അല്ലെ? വേനൽ. വേനൽ ആ കാറ്റു പാടും. ആ സിമ്പിൾ. ഓക്കെ മോളെ, അത് എന്തെങ്കിലും അത് മോള് നോക്കിക്കോളാം, ക്രോസ് ചെക്ക് ചെയ്തേക്കാം. ഉടയാടയ്ക്ക് അതൊന്ന് പാടാമോ? ഉടയാടയ്ക്കു തീ പിടിച്ച പോലെരിയുന്നു പകൽ തീരി നീനി പകൽ തീ തീ. ആ അടുത്തത് ചെങ്കനലാകുന്നു. ചെങ്കനലാകുന്നു സൂര്യൻ. ആ ആ ഇപ്പോഴാണ് ചെങ്കനലായത്. അത് കുറച്ചും കൂടെ ശക്തിക്ക് പാടണം കേട്ടോ, അത് തളർന്നു പോരുത്. കൊള്ളാം മക്കള്, കൊള്ളാം കൊള്ളാം. മക്കളെ. അതുപോലെ 14. ആ 14 ഉം. 14 തായ്. 14 ആ അത് കൃത്യമായിക്കോളാം മോളെ കേട്ടോ. അതേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ബാക്കി നല്ലതായിരുന്നു, നല്ല രസമായിട്ട് തന്ന്. ഇത് ആരാ കുഞ്ഞിന് സെലക്ട് ചെയ്ത് തന്നത്? ഇത് ഞാനും അച്ഛനും അമ്മയും എല്ലാരും കൂടെ സെലക്ട് ഒരു കുടുംബ സംഗമമായിരുന്നു അല്ലേ ഈ പാട്ട്? സെലക്ട് ചെയ്ത ഒരു അതൊക്കെ നല്ലതാ. കവിതയാണ്. അത്രേ ഉള്ളടാ. അപ്പൊ ഇത് കുറേം കൂടെ മക്കളെ ഈ പറഞ്ഞ കാര്യങ്ങള് കുറച്ചും കൂടെ ശ്രദ്ധയോടെ പാടിയാൽ കാര്യം ഈ കുഞ്ഞുങ്ങൾ വന്ന് നീ കവിതയൊക്കെ എടുത്ത് പാടുന്നില്ല, അത് തന്നെ വലിയ കാര്യം മോളെ. റിയലി അപ്രീഷിയേറ്റ്. താങ്ക് താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, മോളെ നീ ഒരു സംഭവം കേട്ടോ. താങ്ക് യു സാർ. ആ ഇതും ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരു സിംഗറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അതെ, ഉറപ്പായും ധ്രുവ ഭയങ്കര വെർസ്റ്റൈൽ സിംഗർ. ഭയങ്കര വേഴ്സ്റ്റൈൽ സിംഗറാണ്. കാരണം ഞാൻ ഇത് ഇത്രയും ഗ്രേസ്ഫുൾ ആയിട്ട് ഇത് പാടും ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. പിന്നെ ഈ പറഞ്ഞ ഇത് എല്ലാവരും ഇത് തന്നെ എഴുതി വെച്ചിരിക്കണം. ഓർക്കുന്നു ഞാൻ സംഹാര രുദ്രയായി, വേനൽക്കാറ്റ്, തീ പിടിച്ച പോലെ ഇരുന്ന് പകൽ, 14 എല്ലാം എല്ലാവരും സെയിം ആണ് എഴുതി വെച്ചിരിക്കണം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു കവയിത്രിയുടെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇത് കാരണം അത് പ്രോപ്പറായിട്ട് പറഞ്ഞില്ലെങ്കിലേ അത് ശരിയാവില്ല. അത് നല്ല രസമുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് അത് പാടുന്നത് കേൾക്കാൻ കേട്ടോ. അപ്പൊ അഗൈൻ ഇത് നമുക്ക് നമ്മുടെ ഇടയിൽ മറ്റൊരു വേഴ്സറ്റൈൽ സിംഗർ കൂടെ വളർന്നു വരുന്നുണ്ട്. അതാ താങ്ക് യു കേട്ട അവളാണിത് പാടിയത്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പറയായിരുന്നു ഈ
പടത്തിന്റെ ഓപ്പണിംഗ് ആണ് ഈ ഒരു കവിത എന്ന് പറയുന്നത്. അത് ആ ഒരു കാലഘട്ടം ഇപ്പൊ ഈ 2000-ലാണ് നരസിംഹ എഴുതിയത് പിന്നെ വന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റ്സ് ഇങ്ങനെ കാണിക്കുമ്പോൾ ബാക്ക് ഡ്രോപ്പിൽ ഇങ്ങനെ അതും ഫിലിമിൽ ഷൂട്ട് ചെയ്തത്. ഇപ്പം എല്ലാം ഡിജിറ്റൽ ആണല്ലോ. പണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര വലിയ സാധനം എടുത്തിട്ടാണല്ലോ ഇരിക്കുക ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഫിലിമിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് ഭയങ്കരമാണ്. അത് വിനീതൊക്കെ ഒരു പരിധിവരെ ഫിലിമിൽ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നിന്നതാ. പലരും ഡിജിറ്റലിലേക്ക് മാറിയ സമയത്തും വിനീത് ഫിലിമിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ആ ഫിലിം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സംഭവം ഇന്ത്യയിൽ നിന്നേ പോയി. അതോടുകൂടി ആണ് ഇഷ്ടമില്ല അല്ലെങ്കിൽ മനസ്സോടെയാണ് ഡിജിറ്റലിലേക്ക് മാറിയത്. ഓഫ് കോഴ്സ് ഡിജിറ്റലാകുമ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് ഭയങ്കരമാണ്. പക്ഷെ ഫിലിമിൽ കിട്ടുന്ന ആ ഒരു സംഭവം ഇപ്പം നമ്മൾ ഈ സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ ക്രാക്സ് ഒക്കെ നമ്മൾ കാണില്ല സിനിമ. അതൊക്കെ ഭയങ്കര റിയൽ രസമാണ് അതൊക്കെ. അപ്പം ഞാൻ ആ കാലഘട്ടമൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ആ നരസിംഹത്തിൻ്റെ ആ ഓപ്പണിങ്ങും പിന്നെ ആ സിനിമ അത് എല്ലാം ഒരു ഗംഭീര സിനിമ. അത്രേ ഉള്ളൂ മോളെ. അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു കേട്ടോ മോളെ. നന്നായിട്ട് പാടി. ഗോഡ് ബ്ലെസ്. ചേട്ടാ ധ്രുവ, എന്തോ ആസ് യൂഷ്വൽ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു സർ. നല്ല സോങ് മോളെ. പറഞ്ഞ പോലെ ഒരു കവിത അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സോങ് കൂടി ആകുമ്പോഴത്തേക്കും എൻജോയബിൾ ആണ്. പിന്നെ ഇതെന്താ പറയുക, നരസിംഹത്തിന്റെ എന്താ പറയുക, ഇപ്പോഴത്തെ സിനിമകളാണെങ്കിൽ ഒരിക്കലും ഒരു കവിത കൊണ്ടുപോയി ഒരു മാസ് പടത്തിന്റെ ഫ്രണ്ടിൽ വെക്കില്ല. അങ്ങനെ ചിന്തിക്കില്ല ആരും. അങ്ങനത്തെ ഒരു ചിന്ത പോലും ഡയറക്ടറോ അല്ലെങ്കിൽ അതിന്റെ ടീമോ ചെയ്യില്ല. ഇത് നരസിംഹം പോലത്തെ ഒരു മാസ് ക്ലാസ് പടത്തിൽ തുടങ്ങുന്ന ഒരു കവിതയിലാണ്. പിന്നെ ഒരു പോക്കാ പടം വേറെ ലെവലിലേക്കാണ് പോകുന്നത്. നരസിംഹമൊക്കെ ആക്ച്വലി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കത്തും തിയേറ്ററിൽ. അതെ, ചോട്ടാ മുംബൈ തന്നെ ഇറക്കിയിട്ട് ഇപ്പം. അതെ. അപ്പൊ മോളെ എല്ലാം ശരത്തേട്ടനും ഷാനിക്കയും പറഞ്ഞു. ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സംഹാര രുദ്രയായി. പിന്നെ സിന്ധു ഭൈരവി ആയിരുന്നു എനിക്ക് ഇത്ര വർക്കാവാതെ. ലാസ്റ്റത്തെ സ്റ്റാൻസ വേനൽക്കാറ്റ്, അത് ഫസ്റ്റ് നോട്ട് തന്നെ താരേ അതോ നാരേ അതാണോ മനസ്സിലായില്ല. പിന്നെ അന്തിമങ്ങുന്ന ദൂരെ ഒന്ന് പാടാവോ? ചെങ്കനലാകുന്നു സൂര്യൻ. അതൊക്കെ അടിപൊളിയാ. പിന്നെ എന്തിനെന്നമ്മേ നീ നിൻ അന്ധമാം മിഴി മാത്രം പാടിയാ മതി. അല്ലേ നോട്ട്? അന്ധമാം അത് കിട്ടിയല്ലോ, ഓൾമോസ്റ്റ് മനസ്സിലായോ? കറക്റ്റാ പാടുന്നേ. ഒന്നൂടെ ട്രൈ ചെയ്തോ. അത് മെന്റൽ ബ്ലോക്ക് ഒതുക്കണ്ട. അന്ധമാം എന്തിനെന്നമ്മേ നീ അന്ധമാമിഴി നീട്ടി പൂട്ടി വായിക്കുന്നു ഗാഢശോകരാമായണം. നൈസ്. അതൊക്കെ ഓക്കെയാടാ. ഓക്കെ ആയിരുന്നു. അത് മെന്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോ സ്പോട്ടിലെ മെന്റൽ ബ്ലോക്ക് എടുത്ത് മാറ്റി. തൊണ്ടയ്ക്കല്ല മണ്ടയ്ക്കാ പ്രോബ്ലം മനസ്സിലായില്ല. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു മോളെ. പിന്നെ ലാസ്റ്റ് വനവാസം കഴിയാറായി, അത് മാത്രം പാടിയത്. വനവാസം അങ്ങനെയല്ലേ? പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ മോള്, അതെ, ഈ രാഗത്തിന്റെ ഒക്കെ നമ്മള് പഠിച്ചു കഴിഞ്ഞ് ഇതൊക്കെ പറ്റും. ഇതൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നത്. കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? ഹിന്ദുസ്ഥാനി എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടായിരുന്നു. അത് പറ്റില്ല. ഷോയിന് വരുന്നോണ്ട് അതൊക്കെ പോവാൻ പറ്റുന്നില്ല. അല്ല മോളെ, അതൊക്കെ ചെയ്യണം, നമുക്ക് പറ്റണം. അതൊക്കെ പറ്റും. അതിനനുസരിച്ച് മാനേജ് ചെയ്ത് ക്ലാസ് മിസ് ചെയ്യാതെ കൊണ്ടുപോകണം. ഇപ്പൊ ഏതുവരെ പഠിച്ചു ധ്രുവ? ഞാൻ സത്യം പറഞ്ഞപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ തന്നെ നിർത്തി. സപ്തസ്വരം പഠിച്ചു കഴിഞ്ഞാൽ സാറിന് പറഞ്ഞു ഇനി ഞാൻ സൂപ്പർ സ്റ്റാറിൽ കുറച്ച് തിരക്കിലാണ് സാർ. സാർ പ്രാക്ടീസ് ചെയ്തു. കണ്ടിന്യൂ ചെയ്യാം മോളെ. ഇതൊക്കെ നമുക്കപ്പോ സിമ്പിൾ ആയിട്ട് പറ്റും, മനസ്സിലാവും മക്കളെ. അത് നമ്മൾ പഠിക്കുന്നതുകൊണ്ടുള്ളത് നമുക്ക് ഡൂസ് ആൻഡ് ഡോൺസ് മനസ്സിലാവും. രാഗങ്ങളിൽ എന്താന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പാടാൻ പറ്റും.
മറ്റേ നമുക്ക് ഏതാന്ന് അറിഞ്ഞുകൂടാത്തൊരവസ്ഥ വരുമ്പോൾ അത് ക്ലീൻ ആയിട്ട് പഠിക്കുക. അതെ. സരി ഗ പദ സദ മഗരി സരി മ പദ സദ പ മരി സരി ഗ മ പദ നി സ നി ദ പ മഗരി സ. ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ പാടിക്കൂടെ, ഏത് വന്നാ എന്ത്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, നല്ല പെർഫോമൻസ്, താങ്ക് യു കീപ് ഗോയിങ്. ആ ഒരു പേസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഗുഡ് 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 കമന്റ്സ് അല്ലേ? ഇനി മാർക്സ്. ഓക്കെ, ശരത് സർ, യെസ് ബോസ്. ധ്രുവ മോളുടെ മാർക്ക്. ധ്രുവമോക്ക് ഞാൻ 8.5 മാർക്സ്. താങ്ക് യു താങ്ക് സർ. യു ശരത് സർ. ഷാനിക. ഞാനൊരു 8.8. താങ്ക് യു താങ്ക് യു സർ. ഷാനിക. ഹരിച്ചേട്ടാ. നല്ല മാർക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 17.3. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്.